ഇറാനെതിരെ അമേരിക്കയുടെ യുദ്ധം ഉടനെന്ന് സൂചന. ഇറാനെതിരെയുള്ള യുദ്ധത്തിന് മുന്നോടിയായുള്ള മുന്നൊരുക്കങ്ങൾ സൈനിക താവളങ്ങളിൽ അമേരിക്ക ആരംഭിച്ചതായുള്ള വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുകയാണ്. മിഡിൽ ഈസ്റ്റിലും മറ്റ് സമീപ പ്രദേശങ്ങളിലുമുള്ള അമേരിക്കൻ സൈനിക ബേസുകളിലേക്ക് കൂടുതൽ വിമാനങ്ങളും അതുപോലെ തന്നെ കൂടുതൽ ഫൈറ്റർ ജെറ്റുകളും കൂടുതൽ മറ്റ് യുദ്ധ സാമഗ്രികളും എത്തുന്നതായുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഇറാനെതിരെ ഒരു വമ്പൻ ആക്രമണത്തിന് അമേരിക്ക തയ്യാറെടുക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാന്റെ ആണവ പരീക്ഷണങ്ങൾ സംബന്ധിച്ച നിർണായകമായ ചില വിവരങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. ഇതിന് പിന്നാലെ പുതുവർഷത്തിൽ തന്നെ ഇറാനെതിരെ ഒരു ആക്രമണത്തിന് ഇസ്രായേൽ തയ്യാറെടുക്കുന്നു എന്നുള്ള വാർത്തകളും NBC ന്യൂസ് പുറത്തുവിട്ടിരുന്നു. ഇസ്രായേലിന്റെ ആക്രമണത്തിന് അമേരിക്കയുടെ പിന്തുണയുണ്ട് എന്നതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന വാർത്ത. ഈ വർഷം ഏറ്റവും ഒടുവിൽ, അതായത് ഡിസംബർ മാസത്തിന്റെ അവസാന ദിവസങ്ങളിൽ അമേരിക്കയിൽ വെച്ച്, ഫ്ലോറിഡയിൽ വെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുമെന്നും ഈ കൂടിക്കാഴ്ചയിൽ ഇറാനെതിരെയുള്ള യുദ്ധത്തിന്റെ അന്തിമ തീരുമാനമുണ്ടാകുമെന്നുമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന പ്രധാനപ്പെട്ട വാർത്തകൾ. എന്നാൽ ഇപ്പോൾ ആ വാർത്തകൾക്കപ്പുറം അമേരിക്ക തന്നെ നേരിട്ട് ഇറാനെ ആക്രമിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലുള്ള സൈനിക ബേസ് ക്യാമ്പുകളിലേക്ക് കൂടുതൽ ബോംബർ വിമാനങ്ങളും കൂടുതൽ ഫൈറ്റർ ജെറ്റ് വിമാനങ്ങളും എത്തുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അമേരിക്കയുടെ പടക്കപ്പലുകൾ അമേരിക്കൻ തീരത്ത് നിന്ന് ഇറാൻ തീരത്തേക്ക് നീങ്ങുന്നതായുള്ള സൂചനകൾ പുറത്തു വരികയാണ്. വൻതോതിലുള്ള ഒരു ആക്രമണം ഇറാന്റെ ആണവ ക്യാമ്പുകളിലേക്ക്, ഇറാന്റെ ആണവ നിർമ്മാണ കേന്ദ്രങ്ങളിലേക്ക്, ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങളിലേക്ക് നടത്താൻ അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നു. ഇസ്രായേലിന്റെ പരിപൂർണമായ പിന്തുണയോടുകൂടി അമേരിക്ക നേരിട്ട് യുദ്ധം നടത്താനുള്ള നീക്കം ആരംഭിച്ചു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ, അമേരിക്കൻ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. എന്താണ് ഇത്ര തിടുക്കപ്പെട്ട ഒരു ആക്രമണത്തിന് അമേരിക്കയും ഇസ്രായേലിനെയും പ്രേരിപ്പിക്കുന്നത്? അത് മറ്റൊന്നുമല്ല, കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇറാൻ നടത്തുന്ന ആണവ പരീക്ഷണങ്ങൾ തന്നെയാണ്. ആണവ പരീക്ഷണങ്ങളും ബാലിസ്റ്റിക് മിസൈൽ നിർമ്മാണവും ത്വരിതപ്പെടുത്തിയിരിക്കുന്നു ഇറാൻ. കഴിഞ്ഞ ദിവസം പുറത്തു വന്നൊരു വാർത്ത ശരിയാണെങ്കിൽ ലോകത്തിലാദ്യമായി പ്ലൂട്ടോണിയത്തിൻ്റെയോ യുറേനിയത്തിൻ്റെയോ ആവശ്യമില്ലാത്ത 4ാം തലമുറ ഫ്യൂഷൻ ആണവ ബോംബുകൾ ഇറാൻ പരീക്ഷിച്ചിരിക്കുന്നു. ലോകത്ത് തന്നെ ഞെട്ടിച്ചൊരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ഇറാൻ ലോകത്തിലെ മറ്റൊരു രാജ്യത്തിനും സ്വന്തമായില്ലാത്ത 4ാം തലമുറ ഫ്യൂഷൻ ആണവായുധങ്ങൾ നിർമ്മിക്കുക മാത്രമല്ല, അതിൻ്റെ പരീക്ഷണം ഇറാൻ നടത്തിയിരിക്കുന്നു. ആ പരീക്ഷണം സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ചില വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസം ലഭിച്ചത്, പുറത്തു വന്നത്. ഇത് ഇസ്രായേലിനേക്കാൾ ഞെട്ടിച്ചത് അമേരിക്കയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണ് അമേരിക്ക. ഏറ്റവും ആധുനികമായ ആക്രമണ ഉപകരണങ്ങളുള്ള രാജ്യമാണ് അമേരിക്ക. ആ അമേരിക്കയ്ക്ക് പോലും സ്വന്തമായില്ലാത്ത 4ാം തലമുറ ഫ്യൂഷൻ ആണവായുധങ്ങൾ, ആ ആണവായുധങ്ങൾ ഇറാൻ സ്വായത്തമാക്കിയിരിക്കുന്നു. അതിൻ്റെ പരീക്ഷണം ഇറാൻ നടത്തിയിരിക്കുന്നു. ഇതാണ് അമേരിക്കയെ ഞെട്ടിച്ചത്. ഇത് വളരെ കൃത്യമായ രീതിയിലുള്ള ചില ഇൻഫർമേഷൻ പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അമേരിക്ക ഇപ്പോൾ ഒരു യുദ്ധ സന്നാഹങ്ങൾ ഒരുക്കുന്നത് എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. നേരത്തെ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ചില സാറ്റലൈറ്റുകൾ ഇറാനിൽ നിന്ന് ചില നിർണായകമായ ചിത്രങ്ങൾ ഒപ്പിയെടുത്തിരുന്നു. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ അസാധാരണമായ ചില നീക്കങ്ങൾ നടക്കുന്നു. ഇറാന്റെ ആണവ നിർമ്മാണ പ്ലാന്റുകളിലേക്ക് ചരക്കുകൾ നീക്കുന്നു, കൂടുതൽ വാഹനങ്ങൾ അവിടേക്ക് എത്തുന്നു. ഇതുകൂടാതെ തന്നെ ഇറാന്റെ അതിർത്തി മേഖലകളിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകളെ വിന്യസിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില നീക്കങ്ങൾ നടക്കുന്നു. ഇതൊക്കെയാണ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സാറ്റലൈറ്റുകൾ ഇറാനിൽ നിന്നും ഒപ്പിയെടുത്തത്. അപ്പോൾ ഇറാൻ എന്തിൻ്റെയൊക്കെയോ തുടക്കം കുറിക്കുകയാണ്, ഇറാൻ എന്തിൻ്റെയൊക്കെയോ ഉള്ള ചില പരിശ്രമങ്ങൾ നടത്തുന്നു എന്ന് അമേരിക്കയും ഇസ്രായേലും മനസ്സിലാക്കി. ഇതിൽ നിന്ന് ഇസ്രായേലും അമേരിക്കയും മനസ്സിലാക്കിയെടുത്തത് ഇറാൻ ആണവായുധങ്ങൾ വൻതോതിൽ നിർമ്മിക്കാൻ ശ്രമിക്കുന്നു. കൂടാതെ ഈ വർഷം ജൂൺ മാസത്തിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ തകർന്നടിഞ്ഞ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങളൊക്കെ തന്നെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കുകയാണ് ഇറാൻ ചെയ്യുന്നത്.
വർഷത്തിൽ 3500 ബാലിസ്റ്റിക് ഹൈപ്പർസോണിക് മിസൈൽ നിർമ്മിക്കാൻ പറ്റുന്ന തരത്തിൽ തങ്ങളുടെ മിസൈൽ നിർമ്മാണ ഫാക്ടറിയെ വലുതാക്കുകയാണ് ഇറാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന അതിനിർണായകമായ വിവരങ്ങൾ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ലഭിച്ചു. ഇതിന് പിന്നാലെയാണ് ഇറാനിലേക്കൊരു ആക്രമണത്തിന് അമേരിക്കയും ഇസ്രായേലും തയ്യാറെടുത്തത്. ഇസ്രായേൽ ആക്രമിക്കും, ആ ആക്രമണത്തിന് അമേരിക്കയുടെ പരിപൂർണ പിന്തുണ ഉണ്ടാകുമെന്നായിരുന്നു ഇതുവരെ കരുതിയിരുന്നത്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും നിർണായകമായ വാർത്തകൾ ശരിയാണെങ്കിൽ ആക്രമിക്കുക അമേരിക്ക തന്നെയാണ്. ഇസ്രായേലിനേക്കാൾ ആദ്യം ഇറാനെ ആക്രമിക്കാൻ ഒരുങ്ങുന്നത് അമേരിക്കയാണെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അമേരിക്കയുടെ അതിശക്തമായ ആക്രമണം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക്, ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങളിലേക്ക് ഉണ്ടാകുമെന്നുള്ള ഏറ്റവും നിർണായകമായ വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുകയാണ്. ജൂൺ മാസത്തിൽ 12 ദിവസം നീണ്ടുനിന്ന ആക്രമണത്തിൽ ഇറാന്റെ ആണവ പരീക്ഷണ കേന്ദ്രങ്ങളെ, ഇറാന്റെ ആണവ പരീക്ഷണ സംവിധാനങ്ങളെ, ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങളെ, ഇറാന്റെ ഡ്രോൺ ഫാക്ടറികളെ, ഇറാന്റെ ആയുധ സംഭരണശാലകളെ ഒക്കെ തന്നെ തകർത്ത് തരിപ്പണമാക്കുകയായിരുന്നു ഇസ്രായേൽ ചെയ്തത്. ആ 12 ദിവസം കൊണ്ട് ഇറാന്റെ ആണവ നിർമ്മാണ സംവിധാനത്തെ, ഇറാന്റെ ആണവ നിർമ്മാണ കഴിവിനെ 25 വർഷം പിന്നോട്ടടിക്കാൻ കഴിഞ്ഞുവെന്നായിരുന്നു ഇസ്രായേൽ കണക്ക് കൂട്ടിയത്. എന്നാൽ ഒരു ഭാഗത്ത് ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാന്റെ ആണവ സംവിധാനത്തെ തകർത്തപ്പോൾ മറുഭാഗത്ത് നവീനമായ ടെക്നോളജിയിലുള്ള ആണവ സംവിധാനം ഇറാൻ പരീക്ഷിക്കുകയായിരുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന ഏറ്റവും വലിയ വിവരം. ഇറാൻ എന്തിൻ്റെയൊക്കെയോ തുടക്കം കുറിക്കുകയാണ്, ഇറാൻ എന്തിൻ്റെയൊക്കെയോ ഉള്ള ചില പരിശ്രമങ്ങൾ നടത്തുന്നു എന്ന് അമേരിക്കയും ഇസ്രായേലും മനസ്സിലാക്കി. ഇതിൽ നിന്ന് ഇസ്രായേലും അമേരിക്കയും മനസ്സിലാക്കിയെടുത്തത് ഇറാൻ ആണവായുധങ്ങൾ വൻതോതിൽ നിർമ്മിക്കാൻ ശ്രമിക്കുന്നു. കൂടാതെ ഈ വർഷം ജൂൺ മാസത്തിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ തകർന്നടിഞ്ഞ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങളൊക്കെ തന്നെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കുകയാണ് ഇറാൻ ചെയ്യുന്നത്. ഇത് ഇസ്രായേലിനെ ചെറുതായിട്ടൊന്നുമല്ല ഞെട്ടിച്ചത്, അമേരിക്കയെ ചെറുതായിട്ടൊന്നുമല്ല ഞെട്ടിച്ചത്. അമേരിക്കയും ഇസ്രായേലും ആകെ അന്തം വിട്ടിരിക്കുന്നു. ഇറാനെ ഇനിയും വച്ചുകൊണ്ടിരുന്നാൽ അത് മിഡിൽ ഈസ്റ്റിന് മാത്രമല്ല ലോകത്തിനാകെ വലിയ ഭീഷണിയാകുമെന്ന് ഇസ്രായേൽ കണക്ക് കൂട്ടുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇറാനെതിരെയുള്ള ആക്രമണത്തിന് ഇസ്രായേൽ എല്ലാ സന്നാഹവും ഒരുക്കിയത്. അതിനുള്ള അന്തിമ അനുമതിക്ക് വേണ്ടിയാണ് ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിലെത്തി ഡൊണാൾഡ് ട്രംപിനെ കാണാനിരുന്നത്. ഇപ്പോൾ ഇതാ അതിനെയൊക്കെ മറികടക്കുന്ന മറ്റൊരു സുപ്രധാനമായ വാർത്ത പുറത്തു വരുന്നു. ഇറാനെ അമേരിക്ക തന്നെ നേരിട്ട് ആക്രമിക്കാൻ പോവുകയാണ്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ബോംബ് വർഷിക്കാൻ അമേരിക്കയുടെ B-2 ബോംബറുകൾ തയ്യാറെടുക്കുന്നു. അമേരിക്കയുടെ സൈനിക താവളങ്ങളിൽ, സൈനിക ബേസ് ക്യാമ്പുകളിൽ യുദ്ധ സന്നാഹങ്ങൾ ഒരുങ്ങിയിരിക്കുന്നു. ഏറ്റവും പുതിയ വാർത്തകളാണ് പുറത്തു വരുന്നത്. അമേരിക്കയുടെ സൈനിക ബേസുകളിൽ ഫൈറ്റർ ജെറ്റുകൾ, B-2 ബോംബറുകളൊക്കെ തന്നെ തയ്യാറെടുക്കുകയാണ്. ലക്ഷ്യം മറ്റൊന്നുമല്ല ഇറാനിലേക്കുള്ള ആക്രമണം.